പാശ്ചാത്യരുടെ ആധുനിക ആശയമായ ട്രാൻസ്ജെൻഡർ പോലെ സ്കൂളുകളിൽ ആൺകുട്ടികളെ പെൺകുട്ടികളാക്കി കുടുംബങ്ങൾ തകർക്കുന്ന ഒന്നല്ല ഇത്. പലരും ഇപ്പോഴും അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഭൂരിഭാഗം കിന്നർമാരും ഹിന്ദു ആചാരങ്ങളും പ്രാദേശിക ആചാരങ്ങളും കലർന്ന സംസ്കാരമാണ് പിന്തുടർന്നു വന്നിരുന്നത്. ഹിന്ദു കിന്നർമാരെ ഇസ്ലാമിലേക്ക് മാറാൻ ബലമായി പ്രേരിപ്പിക്കുന്നു എന്നതാണ്. നമസ്കാരം, റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുമിച്ച് ഒറ്റ മനസ്സോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം പെട്ടെന്ന് മതം കൊണ്ട് വിഭജിക്കപ്പെടുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇപ്പോൾ ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനുള്ളിൽ അല്ലെങ്കിൽ കിന്നറുകൾ എന്നറിയപ്പെടുന്നവരിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ചിലർ ഇതിനെ കിന്നർ ജിഹാദ് എന്നാണ് വിളിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ജിഹാദ് എന്ന് വിളിക്കുന്നവരുമുണ്ട്. ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, നെർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ വാക്കുകൾക്കപ്പുറം നമ്മൾക്ക് മുന്നിൽ പുതിയൊരു യാഥാർത്ഥ്യം ഭീതിയോടെ നിലനിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പഴയ മൂന്നാം ലിംഗ പാരമ്പര്യമായിട്ടുള്ള ട്രാൻസ്ജെൻഡർ സമൂഹം ബഹുമാനത്തിനായി പോരാടിയത് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. എന്നാൽ മധ്യപ്രദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പുതിയ സംഭവങ്ങൾ നമ്മൾക്ക് വളരെയധികം ആശങ്കയുളവാക്കുന്നതാണ്. കാരണം ഒരുമിച്ച് നിന്നിരുന്ന ഒരു സമൂഹത്തെ വിഭജിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കിന്നർമാർ അല്ലെങ്കിൽ ഹിജടകൾ എന്ന് പറയുന്നവർ ആരാണ്? ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമനക്കാരെന്ന് പറയുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ആളുകൾ, അവരാണ് ഈ വിഭാഗത്തിന് അവകാശങ്ങളും അംഗീകാരങ്ങളും നേടിക്കൊടുത്തത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇതാണോ വാസ്തവം? എന്നാൽ ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ആഴമുള്ള വേരുകളുണ്ട്. പലരും ധേര എന്ന ചെറിയ ഗ്രൂപ്പുകളിൽ ഗുരുവിന്റെ നേതൃത്വത്തിലും ചേലകളായി ജീവിക്കുകയാണ്. ഇതൊരു കുടുംബ സമ്പ്രദായമാണ്. ഇതാണ് ചേല എന്നറിയപ്പെടുന്നത്. നമ്മുടെ സനാതന ധർമ്മത്തിൽ ഇവർ ആരാണ്? പാശ്ചാത്യരുടെ ആധുനിക ആശയമായ ട്രാൻസ്ജെൻഡർ പോലെ സ്കൂളുകളിൽ ആൺകുട്ടികളെ പെൺകുട്ടികളാക്കി കുടുംബങ്ങൾ തകർക്കുന്ന ഒന്നല്ല ഇത്. നമ്മുടെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എന്നിവയിൽ മൂന്നാം ലിംഗം പൂർണ്ണമായും സ്വാഭാവികവും ദൈവികവുമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാരെ നശിപ്പിക്കുന്ന ഭഗവാൻ ശിവൻ തന്നെ അർദ്ധനാരീശ്വര രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന് സ്ത്രീ ഊർജങ്ങളുടെ പൂർണ്ണ സന്തുലനം പഠിപ്പിച്ച കഥ നമ്മൾ ഏറെ കേട്ടിട്ടുമുണ്ട്. പെൺകുട്ടിയായി ജനിച്ച് യോദ്ധാവായി വളർന്ന മഹാഭാരതത്തിലെ ശിഖണ്ഡി അധർമ്മത്തിനെതിരെയുള്ള യുദ്ധത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. നമ്മുടെ ശാസ്ത്രങ്ങൾ ഇവർക്ക് സമൂഹത്തിൽ ബഹുമാനപ്പെട്ട സ്ഥാനങ്ങൾ തന്നെയാണ് നൽകി പോന്നത്. 5000 വർഷത്തിലേറെയായി അവർ തങ്ങളുടെ ധേരകളിൽ സമാധാനത്തോടെ ജീവിക്കുകയാണ്. ഹിന്ദു മന്ത്രങ്ങൾ ജപിച്ച് ദേവതകളെ ആരാധിച്ച് സനാതന പാരമ്പര്യങ്ങൾ പിന്തുടർന്ന് ഹിന്ദു വിശ്വാസികൾ എപ്പോഴും അവർക്ക് ചെറിയ സമ്മാനങ്ങളും പണങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും ഭക്ഷണവും എന്നിവയെല്ലാം സ്നേഹത്തോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി നൽകി വരികയായിരുന്നു. അവരെ ഒരിക്കലും ഹിന്ദുവിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അവർ ഒരു കുടുംബമാണ്. ലക്ഷക്കണക്കിന് ഹിന്ദു വീടുകളിലേക്ക് അവർ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു. അവർ സനാതന ധർമ്മത്തിന്റെ കാഴ്ചപ്പാടിൽ അനുഗ്രഹമായാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കരുതുന്നത്. വിവാഹങ്ങളിലും ജനനങ്ങളിലും അവരുടെ അനുഗ്രഹം ഹിന്ദു കുടുംബങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇന്നും കരുതിപ്പോരുന്നത്. പക്ഷെ പലപ്പോഴും ഇവരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് കടന്നു പോരുന്നത്. ഇത് സമ്മതിക്കാതെ തരമില്ല. ഭൂരിഭാഗവും ജനന കുടുംബത്തിൽ തന്നെ നിരസിക്കപ്പെടുന്നു. അനുഗ്രഹം, യാചന അല്ലെങ്കിൽ ലൈംഗിക വൃത്തി എന്നിവയിലൂടെയാണ് പലരും അവരുടെ ഉപജീവനം നടത്തുന്നത് എന്നത് സങ്കടകരമാണ്. ദാരിദ്ര്യവും ആരോഗ്യ പ്രശ്നങ്ങളും അവർക്കിടയിൽ ഇപ്പോഴും സാധാരണമാണ്. 2014 സുപ്രീം കോടതിയുടെ NLC വിധിന്യായത്തിൽ അവരെ മൂന്നാം ലിംഗമായി നിയമപരമായി തന്നെ അംഗീകരിച്ചു. 2019 ട്രാൻസ്ജെൻഡർ പേഴ്സണൽ ആക്ട് ക്ഷേമപ്രവർത്തനം, തൊഴിൽ, ദുരുപയോഗ സംരക്ഷണം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. കേന്ദ്ര സർക്കാർ അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പല പദ്ധതികളും വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മാറ്റം വളരെ പതിയാണ്. പലരും ഇപ്പോഴും അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഭൂരിഭാഗം കിന്നർമാരും ഹിന്ദു ആചാരങ്ങളും പ്രാദേശിക ആചാരങ്ങളും കലർന്ന സംസ്കാരമാണ് പിന്തുടർന്നു വന്നിരുന്നത്. പക്ഷേ അടുത്ത കാലത്തായി ഈ സമൂഹത്തിനിടയിൽ ഇതര മതപ്രചാരകർ വലിയ തോതിൽ മതപ്രചാരണം നടത്തുകയും ചിലർ ഇസ്ലാമിലോ ക്രിസ്തു മതത്തിലോ ഒക്കെ മാറുന്ന തരത്തിലുള്ള സാഹചര്യം ഉടലെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയാണ്. നമുക്ക് സമീപകാല സംഭവങ്ങൾ ഒന്നൊന്നായി നോക്കാം. 2025 ജൂലൈയിൽ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ വിഷയം ശ്രദ്ധ നേടാൻ തുടങ്ങിയിട്ടുള്ളത്. ഹിന്ദു കിന്നർ നേതാവായിട്ടുള്ള സ്വപ്ന ഗുരു എന്നറിയപ്പെടുന്ന സഖീന ഗുരു പറഞ്ഞത് മുസ്ലിം കിന്നർമാരുടെ ഒരു ഗ്രൂപ്പ് മലേഗാവിലെ ഫർസാന എന്നറിയപ്പെടുന്ന സീമ ഹാജി, പായൽ എന്നറിയപ്പെടുന്ന നഈം അൻസാരി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഹിന്ദു കിന്നർമാരെ ഇസ്ലാമിലേക്ക് മാറാൻ ബലമായി പ്രേരിപ്പിക്കുന്നു എന്നതാണ്. അവർ പറയുന്നത് പ്രകാരം മുസ്ലിം കിന്നർമാർ തങ്ങളുടെ വിഭാഗത്തിലുള്ളവരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ രീതി.
അതിനെതിരെ വിസമ്മതമോ വിമർശനമോ ഉന്നയിച്ചാൽ മർദ്ദനവും മോശം പെരുമാറ്റവുമാണ് തിരികെ ലഭിക്കുകയെന്നും പറയുന്നു. HIV ബാധിച്ച സിറിഞ്ച് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഈ ആരോപണം സ്വപ്ന വളരെ വലിയ ഗൗരവത്തോടെയാണ് ഉന്നയിച്ചത്. ഏകദേശം 60 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. 12 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. അതിന് തെളിവായി അവർ പല വീഡിയോകളും പങ്കുവെച്ചു. ഇതോടെയാണ് ഈ വിഷയം ഗൗരവമായി പോലീസ് ശ്രദ്ധിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം SIT രൂപീകരിക്കുകയും ചെയ്തു. പരാതികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലും ചീഫ് ജസ്റ്റിസിനും എത്തി. ഇതാണ് കിന്നർ ജിഹാദിന്റെ തുടക്കമായി വിളിക്കപ്പെടുന്നത്. എന്നാൽ 2025 ഒക്ടോബറിൽ ജബൽപൂരിൽ മുസ്ലിം കിന്നർമാർ സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് പ്രാദേശിക മുസ്ലിങ്ങളുടെ സഹായത്തോടെ മദ്രസ നിർമ്മിക്കുന്നുവെന്ന് ഹിന്ദു സംഘടനകൾ ആരോപിക്കുകയുണ്ടായി. ഇത് ലാൻഡ് ജിഹാദിനോട് ചേർത്ത് ട്രാൻസ്ജെൻഡർ ജിഹാദ് ആണെന്ന് അവർ പറയുകയും ചെയ്തു. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. കൂടുതൽ മുസ്ലിം കിന്നർമാരെ ഈ സ്ഥലത്ത് താമസിപ്പിക്കാനുള്ള വലിയ പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നായിരുന്നു പലരുടെയും ആക്ഷേപം. ഭാവിയിൽ ആളുകളുടെ എണ്ണം കാണിച്ച് വിലപേശാനുള്ള തന്ത്രമാണ് ഇതെന്നും അവർ പറയുന്നു. എന്നാൽ 2026 ജനുവരിയിൽ ജയ്പൂരിൽ ഇതിനെ കൂടുതൽ പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു. കിന്നർ വിഭാഗത്തിലുള്ളവരുടെ സമൂഹയോഗമായ അഖാഡ കഴിഞ്ഞ ഉടനെ ഒരു ട്രാൻസ്ജെൻഡർ ഭവനം അഗ്നിബാധക്കിരയായി. പിന്നാലെ ഏറ്റവും വലിയ ശബ്ദമുയർന്നത് 2026 ഫെബ്രുവരിയിൽ ഭോപ്പാലിലായിരുന്നു. ഫെബ്രുവരി 9, 10 തീയതികളിൽ വലിയ ഹിന്ദു കിന്നർ സംഘം ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധമുണ്ടായി, അല്ലെങ്കിൽ അവർ പ്രതിഷേധിച്ചു. കിന്നർ അഖാഡയുടെ സ്ഥാപകൻ ഋഷി അജയ് ദാസ്, കാജൽ ഠാക്കൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മെമ്മോ സമർപ്പിച്ചു. പ്രാദേശിക ഗുരു ഹാജി സുറയ്യ നായിക് ഹിന്ദു കിന്നർമാരെ മതം മാറാൻ നിർബന്ധിക്കുന്നുവെന്ന് ആരോപിച്ചു. കൂടാതെ സമൂഹത്തിലുള്ളവരെ നിർബന്ധിച്ച് മാംസം, പ്രത്യേകിച്ചും ബീഫ് തിന്നാൻ പറയുകയും കലിമ ചൊല്ലാൻ പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ദിവസവും 5 നമസ്കാരം നിർബന്ധമാക്കുകയും ചെയ്തു. ഇതിന് വിസമ്മതിച്ചാൽ ഇരുമ്പ് വടി കൊണ്ട് മർദ്ദനം ഏൽക്കേണ്ടതായും വന്നു. ഹിന്ദു കിന്നർമാർ ശേഖരിക്കുന്ന പണവും സാധനങ്ങളും മസ്ജിദുകൾക്കോ മദ്രസകൾക്കോ ഉപയോഗിക്കുന്നുവെന്നും ആരോപണമുണ്ടായി. അതോടൊപ്പം ബംഗ്ലാദേശി കിന്നർമാർ ഇന്ത്യയിലേക്ക് കയറി സമൂഹത്തെ വിഭജിക്കുന്നുവെന്നും വലിയ പരാതി പ്രവാഹമാണ് ഈ കാര്യത്തോടൊപ്പം ഉയർന്നത്. പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഭീകര ഫണ്ടിങ് ഇതുമായി ബന്ധമുണ്ടെന്ന് കിന്നർ സമൂഹം തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഭരണകൂടം പരാതി സ്വീകരിച്ച് അന്വേഷണം വാഗ്ദാനം ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. ഋഷി അജയ് ദാസ് ആണ് ഇതിനെ കിന്നർ ജിഹാദ് എന്ന് വിളിച്ചത്. ഹിന്ദു കിന്നർമാർ ഇപ്പോൾ ന്യൂനപക്ഷത്തിനുള്ളിലെ ന്യൂനപക്ഷം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടതും. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള സംഗതികൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കഴിഞ്ഞ മഹാശിവരാത്രി ദിവസം ഹിന്ദു കിന്നർമാർ ഒത്തുകൂടിയ ഭോപ്പാലിൽ വലിയ ഒരു ചടങ്ങ് നടന്നിരുന്നു. ഇവരോട് ഒത്തുകൂടിയത് ഇന്ത്യയിലെ ആദ്യ കിന്നർ ശങ്കരാചാര്യയെ അഭിഷേകം ചെയ്യാനായിരുന്നു. പരമ്പരാഗതമായ 4 ശങ്കരാചാര്യന്മാരെ പോലെ ഹിന്ദു കിന്നർമാർക്ക് മുകളിലെ മത നേതാവ്. രാജ്യവ്യാപകമായി 10 പ്രാദേശിക മഹാമണ്ഡലേശ്വരന്മാരെയും അവർ തിരഞ്ഞെടുത്തു. പ്രധാന സ്ഥാനം രാജസ്ഥാനിലെ പുഷ്കറിലാണ് അവർ തീരുമാനിച്ചത്. അതോടൊപ്പം 2000-ലധികം കിന്നർമാരെ ഗർവാപ്പസിയിലൂടെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതിയും അവർ രൂപകൽപ്പന ചെയ്തു. ചില ഹിന്ദു മത നേതാക്കൾ അവരുടെ വിശ്വാസ സംരക്ഷണത്തെ പിന്തുണയ്ക്കുകയുമുണ്ടായി. വിശ്വ ഹിന്ദു പരിഷത്ത് ഭോപ്പാൽ അവരുടെ പ്രതിഷേധത്തെ പിന്തുണച്ചിരുന്നു. ഭോപ്പാലിൽ വലിയ പ്രതിഷേധമാണ് അവർ ഉയർത്തിയത്. ലിംഗാവകാശവും മതസൗഹാർദ്ദവും സംബന്ധിച്ച് നിലവിൽ നേരിടുന്ന 2 വലിയ പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഇന്ത്യയിലെ ലിംഗ ഐഡന്റിറ്റി പ്രത്യേകമാണ് എന്നുള്ളതാണ്. കിന്നർമാർ പാശ്ചാത്യ ട്രാൻസ്ജെൻഡറിന് തുല്യമല്ല. പലരും ആത്മീയ ശക്തിയുള്ള സാംസ്കാരിക 3ാം ലിംഗമായാണ് സ്വയം കാണുന്നത്. പക്ഷെ ആധുനിക നിയമങ്ങൾ ഇത് ആഗോള ട്രാൻസ് അവകാശങ്ങളോട് കലർത്തുകയാണ്. മതം കയറി വന്നാൽ ഇത് വളരെയധികം സങ്കീർണമാകുന്നു എന്ന കാരണവും ഇവർ പറയുന്നുണ്ട്. കാരണം മതപരിവർത്തന ആരോപണങ്ങൾ വൈവിധ്യമുള്ള രാജ്യത്ത് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ടത്. രണ്ടാമത്തേത്, സമൂഹം ഇതിനകം ദുർബലമാണ് എന്നുള്ളതാണ്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ HIV നിരക്ക്, അതിക്രമം, തൊഴിൽ നഷ്ടം, ഹിന്ദു മുസ്ലിം എന്ന രീതിയിലുള്ള വിഭജനം, ഇതൊക്കെ ഇവരെ കൂടുതൽ ദുർബലരാക്കുകയാണ് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് നിലവിൽ നടന്നു വരുന്ന അന്വേഷണങ്ങൾ വളരെ നിർണായകമായ കാര്യങ്ങളാണ് പുറത്തു കൊണ്ടുവരിക എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇൻഡോറിൽ SIT പ്രവർത്തിക്കുന്നുണ്ട്. ഭോപ്പാലിൽ അന്വേഷണം തുടങ്ങാൻ പോകുന്നു. ഈ ജിഹാദ് നമ്മൾ മുൻപ് കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഇവരും ഉപയോഗിക്കുന്നത്. ആദ്യം മധുരമായ സംസാരവും വ്യാജ വാഗ്ദാനങ്ങളും നൽകുകയാണ് ഇവരുടെ രീതി. ലവ് ജിഹാദിൽ നിരപരാധികളായ ഹിന്ദു പെൺകുട്ടികളെ കെണിയിലാക്കുന്നത് പോലെ തന്നെ പിന്നെ ഭീഷണി, മർദ്ദനം, ബ്ലാക്ക് മെയിലിംഗ്, ലാൻഡ് ജിഹാദ് പോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ എന്ന പേരിൽ സർക്കാർ ഭൂമിയിലും സ്വകാര്യ സ്ഥലങ്ങളും പിടിച്ചെടുത്ത് കൂടുതൽ ആളുകളെ കുടിയേറ്റി മുഴുവൻ പ്രദേശങ്ങളും ഇസ്ലാമിക കോട്ടകളാക്കി മാറ്റുന്ന പ്രവണത. ജബൽപൂരിലും ഇൻഡോറിലും ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഹിന്ദു ജാഗ്രതാ സംഘങ്ങൾ പക്ഷേ ഇതേ പാറ്റേൺ മനസ്സിലാക്കുകയും ഇത്തരം കയ്യേറ്റങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ ട്രാൻസ്ജെൻഡർ ജിഹാദ് അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ സൗഹാർദ്ദത്തിന് നേരെയുള്ള അടിയന്തരമായ മുന്നറിയിപ്പാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അവർക്ക് മൗനം ഇനി ഓപ്ഷനല്ല. നിയമപരമായും ശാന്തമായും ശക്തമായും നമ്മുടെ ശബ്ദം ഉയർത്തുക തന്നെ വേണമെന്നാണ് അവർ പറയുന്നത്. ഏറ്റവും പ്രധാനം നമ്മുടെ സമൂഹം അവരെ യഥാർത്ഥ രക്തബന്ധമുള്ള കുടുംബാംഗങ്ങളെ പോലെ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഓരോ വലിയ ഉത്സവങ്ങളിലും ചടങ്ങുകളിലും അവരെ പങ്കെടുപ്പിക്കേണ്ടത് അത്യാവശ്യവുമാണ്. അവർ പൂർണ്ണമായി സുരക്ഷിതരും സ്നേഹിക്കപ്പെടുന്നവരും ബഹുമാനിക്കപ്പെടുന്നവരും ആണ് എന്ന തോന്നൽ, തങ്ങളുടെ സംസ്കാരത്തിൽ അഭിമാനിക്കുന്നവരുമായി തോന്നുമ്പോൾ ഇത്തരത്തിലുള്ള ജിഹാദുകളും ഇതിനുള്ള ശ്രമങ്ങളും തനിയെ തന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെടും. നിലവിലെ ആരോപണത്തിന്റെ സത്യസന്ധമായ അവസ്ഥയും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കിന്നർ ജിഹാദ് പ്രധാനമായി ഒരു നഗരത്തിൽ ഉയർന്നു വരുന്നതായി നമുക്ക് ഉറപ്പിക്കുന്ന സമയത്ത് അത് ഇതിനകം മതപരിവർത്തനത്തെ കുറിച്ചുള്ള വിവാദ ചർച്ചകൾ കൊണ്ട് തെളിവുകൾ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയുമാണ്. അന്വേഷണ ഏജൻസികൾ വിശാലമായ അനധികൃത മതപരിവർത്തന ശൃംഖലകൾ കണ്ടെത്തിയതായി അവകാശപ്പെടുന്നുണ്ട്. ചിലതിൽ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ അഥവാ ബ്ലാക്ക് മെയിലിംഗ്, സാമ്പത്തിക വാഗ്ദാനങ്ങൾ എന്നിവ മതപരിവർത്തനത്തിനായി ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഭോപ്പാൽ കിന്നർ ജിഹാദ് കേസ് അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിന് കീഴിൽ ശക്തമായ അന്വേഷണമാണ് നടക്കുന്നത്. ഫലം എന്തായിരിക്കുമെന്നത് നമുക്ക് കാത്തിരിക്കാം. ഇത്തരം ജിഹാദുകൾ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്ന ബോധ്യം ഓരോ ആളുകൾക്കും വേണം. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം പോലും ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഇവിടെ പല സംഘടനകളും പല ആളുകളും പറഞ്ഞ അനുഭവങ്ങൾ ഒന്നുകൂടി എടുത്ത് വായിക്കേണ്ടതാണ്. എല്ലാവരും സൗഹാർദ്ദത്തോടെ ജീവിക്കേണ്ട ഒരു ഇന്ത്യയാണ് നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്.